ഫ്രഷ് നാടൻ തക്കാളി നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫ്രഷ് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം. കേടുപാടുകളുണ്ടോ എന്ന് നോക്കാം. അതിങ്ങനെ നോക്കിച്ചിട്ട് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പൊന്നീസ് ലെഷർ ടൈം. നമുക്കൊരു നല്ലൊരു ടൊമാറ്റോ സോസ് തയ്യാറാക്കാം. ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാക്കി വെച്ചത് തീർന്നത് കാരണം സോസ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതൊരു വീഡിയോ ആക്കാമെന്ന് കരുതി ഒരു 3 കിലോ തക്കാളിയുടെ സോസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇത് സെയിലിനൊന്നും അല്ലല്ലോ, നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല. അത് കാരണം ഞാൻ അതനുസരിച്ചാണ് ഉണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇന്ന് ഞാൻ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഞാൻ തക്കാളിയെല്ലാം വേവിച്ചെടുക്കുന്ന കുക്കറിലാണ്, ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ. വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, 2-3 ചെറിയ കഷ്ണം പട്ട ഇട്ടു, ഗ്രാമ്പു ഇട്ടു, ഏലക്ക ഇട്ടു, കുരുമുളക്, ഇതൊന്ന് നന്നായിട്ട് ചീറ്റിച്ചെടുക്കാം. നമ്മൾ വെന്ത തക്കാളിക്ക് ഇനിയിപ്പോൾ നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. കുക്കറിലല്ലേ വേവിച്ചാൽ അതിപ്പോൾ ഇനി ഒരു ബേസിനകത്തോട്ട് ഒഴിച്ച് തണുപ്പിച്ചെടുക്കാം. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെയല്ലേ നമ്മൾ തക്കാളി അതിനകത്ത് ഇട്ടത്. നമുക്ക് തക്കാളിയുടെ വെള്ളമാണ്. ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് മിക്സിയിൽ അരിച്ചെടുക്കണം ഇത്. എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാനായിട്ട്. നിറയെ വെള്ളമാണ്, നല്ല തക്കാളിയായിരുന്നു, അത് കാരണം നിറയെ വെള്ളമുണ്ട്. നമ്മളൊരു ഇച്ചിരി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. തക്കാളി നമ്മൾ കഴുകി തോർത്തി വെച്ചിരിക്കുകയായിരുന്നു. ആ തക്കാളിയാണ് കുക്കറിനകത്ത് ഇട്ടിട്ട് നമ്മൾ ചീറ്റിച്ചെടുത്തത്. തക്കാളിയുടെ വെള്ളമാണിത് മുഴുവൻ. കുക്കറിനകത്ത് അടിച്ചെടുത്ത തക്കാളി മിക്സിയിൽ അടിച്ച് അതിൻ്റെ തരികളെല്ലാം കളഞ്ഞ് അരിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് വറ്റിച്ചെടുക്കണം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഇപ്പോൾ ചേർക്കാൻ പോകണം. കാശ്മീരി ചില്ലി പൗഡർ ഇടാം. നാരങ്ങ 2 സ്പൂൺ പഞ്ചസാര, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് ക്രീമി പരുവത്തിലെടുക്കണം.
കൈ തെറിച്ച് വീഴാതെ ഇളക്കി ഇളക്കി കൊടുക്കണം. ഇത് ഇങ്ങനെ തിക്ക് ഗ്രേവിയായിട്ടിരിക്കുന്ന കാരണം തിളച്ച് തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ശ്രദ്ധിച്ച് വേണം ഇത് ഇളക്കി പരുവപ്പെടുത്തി എടുക്കാനായിട്ട്. ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുണ്ട്. തിളച്ച് എല്ലായിടും തെറിച്ച് പോയിരിക്കുകയാണ്. ടൊമാറ്റോ സോസ് റെഡിയായി. നമ്മൾ വീട്ടിലാക്കിയാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ ഡബിൾ റെഡിയാക്കാൻ പറ്റും. ഡബിളല്ല, ത്രിബിൾ ക്വാണ്ടിറ്റി ഉണ്ടാകും. നമുക്ക് വിശ്വാസത്തോടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം. നമ്മൾ തയ്യാറാക്കിയതല്ലേ, അതുകൊണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ടൊമാറ്റോ സോസ് റെഡി ഉണ്ടോ? ധൈര്യമായിട്ട് കഴിച്ചോളൂ, കുട്ടികൾക്ക് കൊടുത്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.